SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അന്വേഷണം റദ്ദാക്കണമെന്ന തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് പ്രധാന വാദം. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇടയായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ് ചേർന്നുണ്ട്. വിനോദ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, തീർച്ചയായും നമ്മൾക്കറിയാം, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനെതിരെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SFIO അന്വേഷണം ആരംഭിച്ചത്. ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കമ്പനിയുടെ ആദ്യത്തെ മേൽവിലാസം എന്ന് പറയുന്നത് AKG സെൻട്രൽ ചേർത്തുള്ള ഒരു മേൽവിലാസമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം AKG സെൻട്രലിലേക്ക് നീങ്ങും. വീണ വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്. അതുമാത്രമല്ല, മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കമ്പനി മാസപ്പടി നൽകിയതുമായും അല്ലെങ്കിൽ മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണം വീണ വിജയന് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയുമുണ്ട്, പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾക്കെതിരെയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വീണ വിജയനിലേക്ക് വരുന്ന അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മുന്നിൽ കണ്ടാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അന്വേഷണം റദ്ദാക്കണം, അന്വേഷണം നിർത്തിവെക്കാൻ ഉത്തരവുണ്ടാവണം, സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, കേസിന് ആസ്പദമായ സംഭവങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഇത്തരം ഒരു അന്വേഷണം നടത്താനുണ്ടായ സാഹചര്യം എന്നുകൂടി വെളിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർന്നുള്ള ഒരു ഹർജിയാണ് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഹർജി അടുത്ത തിങ്കളാഴ്ച കോടതി പരിഗണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. കാരണം സമാനമായ നിലയിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർക്കെതിരെയും SFIO അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിന് മുമ്പായി അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ അന്വേഷണം നിർത്തിവെക്കണം, റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി കണ്ടെത്തിയത് അത് ഇവരുടെ വാദം നിലനിൽക്കുന്നതല്ല, അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ KSIDCയിൽ SFIO അന്വേഷണം നടത്തി. അതേപോലെ തന്നെ അവരുടെ ഓഹരി പങ്കാളിയായ CMRL അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെയാണ് എക്സാലോജിക്കിലേക്കും അന്വേഷണം വരുന്നത്. ആ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടാണ് വീണ വിജയന്റെ കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ആ കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം SFIOയുടെ അന്വേഷണം റദ്ദാക്കണം, സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ്. വിഷ്ണു.